നമസ്കാരം. ഏറെ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികൾക്കും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചതോടെ വെട്ടിലായ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കുന്ന നീക്കം കൂടിയാണിത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായം ശക്തമായതോടെ കോൺഗ്രസിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കണമെന്ന അഭിപ്രായമുള്ള നേതാക്കളും നിരവധിയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ വിഭാഗം ഇടതുപക്ഷമാണ്. ക്യാമ്പസുകളിലും തെരുവുകളിലും SFI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിന് നേരെ വലിയ രൂപത്തിലുള്ള അടിച്ചമർത്തലുകളും ഭരണകൂടത്തിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും രംഗത്തു നിന്നും ഉണ്ടായതും അവഗണിച്ചായിരുന്നു ഇടതു സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ടു പോയിരുന്നത്. 2019 ഡിസംബർ 11 പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയിരുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 30 അതിനു മുമ്പോ ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി. മുസ്ലിങ്ങളെ ഇതിൽ പരിഗണിക്കില്ലെന്നാണ് പ്രതിഷേധത്തിന് കാരണമായിരുന്നത്. 2020 ജനുവരി 10 നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ബില്ല് പാസാക്കിയെങ്കിലും ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്ന നടപടികൾ പൂർത്തിയായിരുന്നില്ല. മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയതിലെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി കടുത്തതോടെയാണ് തൽക്കാലത്തേക്ക് കേന്ദ്ര സർക്കാർ തുടർ നടപടികളിൽ നിന്നും പിന്മാറിയിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും ഫയൽ അവർ സജീവമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇടതു പാർട്ടികളും വീണ്ടും തയ്യാറെടുക്കുന്നത്. പൗരത്വ ഭേദഗതിക്കെതിരെ പിണറായി സർക്കാർ കൊണ്ടുവന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കിയ ശേഷം മാത്രമാണ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോലും ഈ മാതൃക പിന്തുടർന്നിരുന്നത്. രാഷ്ട്രീയമായി BJPക്ക് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ നീക്കം വലിയ തിരിച്ചടി തന്നെയായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ അന്നും വ്യക്തമായ നിലപാട് സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുമ്പോഴാണ് ധീരമായ നിലപാട് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങിയിരുന്നില്ല എന്ന പരാതി ആ പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ അന്നും ഇന്നും ശക്തമാണ്. ഈ വികാരം നിലനിൽക്കെ തന്നെയാണ് രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണനത്തിനും കോൺഗ്രസിൽ രണ്ടഭിപ്രായം രൂപം കൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിച്ച ഏക പാർട്ടി CPM ആണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.